ലിംഗ്വിസ്റ്റിക്സിൽ സ്ഥിരം ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് ഇൻ ലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സിലെ സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് റെഫർ ദ ഫോണറ്റിക് ഫീച്ചേഴ്സ് ഓഫ് സ്പീച്ച് ദാറ്റ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ഇൻഡിവിജ്വൽ സൗണ്ട്സ് ഇഫക്റ്റിംഗ് സിലബിൾ, വേർഡ് ആൻഡ് ഫ്രേസസ്. വേർഡിനെ അല്ലെങ്കിൽ സിലബിളിനെ അല്ലെങ്കിൽ ഫ്രേസസിനെ സ്വാധീനിക്കുന്ന ഫീച്ചേഴ്സ് ആണ്. സ്പീച്ച് സ്പോക്കൺ ആസ്പെക്റ്റിലാണ് ഇത് സംഭവിക്കുന്നത്. അങ്ങനെയുള്ള സവിശേഷതകളെയാണ് സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സ്ട്രെസ്, പിച്ച്, ടോൺ ആൻഡ് ഇൻറ്റോണേഷൻ വിച്ച് കൺവേ മീനിങ് ആൻഡ് ഇമോഷൻ ഇൻ സ്പോക്കൺ ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു റിട്ടൺ ലാംഗ്വേജിലല്ല, സ്പോക്കൺ ലാംഗ്വേജിൽ മീനിങ് അതേപോലെ ഇമോഷൻസ് ഒക്കെ കൺവേ ചെയ്യാനായിട്ട് ആ ടോണിൽ അല്ലെങ്കിൽ സ്ട്രെസ്സിലൊക്കെ വരുത്തുന്ന മാറ്റത്തെയാണ്, ഇൻറ്റോണേഷനിലൊക്കെ വരുത്തുന്ന മാറ്റത്തെയാണ് സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി സ്ട്രെസ് എന്താണെന്ന് നോക്കാം. നമ്മൾ 2 ദിവസം മുന്നേ ചെയ്തിരുന്നു എന്താണ് ഹൗ ടു മാർക്ക് സ്ട്രെസ് ഇൻ എ വേർഡ്. ഒരു വേർഡിൽ സ്ട്രെസ് എങ്ങനെ മാർക്ക് ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് സ്ട്രെസ്? സ്ട്രെസ് ഈസ് ദ വേ എ വേർഡ് ഓർ സിലബിൾ ഈസ് എംഫസൈസ്ഡ് വൈൽ ബീയിങ് സ്പോക്കൺ അലൗഡ്. ഒരു വാക്ക് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ അതിന് എംഫസിസ് കൊടുക്കുന്നത്, ഊന്നൽ കൊടുക്കുന്നത്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏത് ഭാഗത്താണോ അതിനെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ എൻറ്റയർ മീനിങ് ഓഫ് എ വേർഡ് ഓർ ഫ്രേസ് ആൻഡ് ഹെൽപ്സ് ഓഫൺ ടു കമ്മ്യൂണിക്കേറ്റ് ഇമോഷൻസ്. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം ഈ സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നതിൻ്റെ ലക്ഷ്യം ടു എക്സ്പ്രസ് ഇമോഷൻസ്, നമ്മളുടെ ഇമോഷൻസ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ സ്ട്രെസ്സിൻ്റെ മാറ്റത്തിലൂടെ വി ക്യാൻ ചേഞ്ച് ദ എൻറ്റയർ മീനിങ്. ആ മീനിങ് അങ്ങനെ തന്നെ മാറ്റാൻ പറ്റും നമുക്ക്. ആൻഡ് ദർ ആർ 3 ടൈപ്സ് ഓഫ് സ്ട്രെസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള സ്ട്രെസ്സാണ്. ഇത് 2 മാർക്കിനും ചോദിക്കാം. സാധാരണ സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് പറഞ്ഞിട്ട് പാരഗ്രാഫിലാണ് ചോദിക്കുക. അപ്പോൾ ഇത് മൊത്തത്തിൽ എഴുതണം. ഇനി സ്ട്രെസ്, വാട്ട് ഈസ് സ്ട്രെസ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ 2 മാർക്കിനായിരിക്കും ചോദിക്കുക. അങ്ങനെ സ്ട്രെസ് എന്നുള്ളത് 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. വേർഡ് സ്ട്രെസ്, ആദ്യത്തേത് വേർഡ് സ്ട്രെസ് ആണ്. ദ സ്ട്രെസ് ദാറ്റ് ഈസ് ഗിവൺ ടു എ സിംഗിൾ വേർഡ്. ഏതെങ്കിലും ഒരു വാക്കിന് കൊടുക്കുന്ന സ്ട്രെസ്സിനെയാണ് നമുക്കറിയാം സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ആ വാക്കിൻ്റെ തൊട്ട് മുകളിലാണ് നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത് ഒരു വേർഡിനാണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നതെങ്കിൽ അതിന് വേർഡ് സ്ട്രെസ് എന്ന് പറയും. ഇനി സിലബിൾ സ്ട്രെസ് ആണെങ്കിൽ ഇമ്പോർട്ടൻസ് ഈസ് ഗിവൺ ടു ദ സിലബിൾ. സിലബിളിലാണ് സ്ട്രെസ്. നമുക്കറിയാം സിലബിൾ എന്ന് പറയുന്നത് ഒരു വവൽ ഉൾപ്പെടുന്ന ആ ഭാഗത്തെയാണ്, ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു വവൽ ഉൾപ്പെടുന്ന ആ ഭാഗത്തെയാണ് സിലബിൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ വവൽ ഇല്ലാതെയും സിലബിൾ ഉണ്ടാകാം. അതിൽ ബൾബ് എന്നുള്ള ആ വാക്ക്, അതിൽ ഇൽ എന്ന സൗണ്ട് എന്താണ് വവൽ ഇല്ലാതെയും മറ്റൊരു സിലബിളായി മാറുന്നതാണ്. അങ്ങനെ സിലബിളിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ട്രെസ്സിനെയാണ് സിലബിക് സ്ട്രെസ് അല്ലെങ്കിൽ സിലബിൾ സ്ട്രെസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് സെന്റൻസ് സ്ട്രെസ്. ത്രൂ സെന്റൻസ് സ്ട്രെസ് വി ക്യാൻ ചേഞ്ച് ദ എൻറ്റയർ മീനിങ്. സെന്റൻസിന് പ്രാധാന്യം കൊടുക്കുന്ന സ്ട്രെസ്സിനെയാണ് സെന്റൻസ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ 3 തരത്തിലുള്ള സ്ട്രെസ്സാണ്. ചില വാക്കുകൾക്ക് മാത്രമാണ് സ്ട്രെസ് കൊടുക്കുന്നതെങ്കിൽ വേർഡ് സ്ട്രെസ്, ചില സിലബിളിന് മാത്രമാണ്. അപ്പോൾ സിലബിൾ എന്താണെന്ന് നമ്മൾ അറിയണം. അപ്പോൾ സിലബിളിന് മാത്രമാണ് സ്ട്രെസ് കൊടുക്കുന്നതെങ്കിൽ സിലബിൾ സ്ട്രെസ്. ഇനി സെന്റൻസിനാണ് സ്ട്രെസ് കൊടുക്കുന്നതെങ്കിൽ സെന്റൻസ് സ്ട്രെസ്. അങ്ങനെ 3 തരത്തിലുള്ള സ്ട്രെസ്സാണ് ലിംഗ്വിസ്റ്റിക്സിൽ ഉള്ളത്. സെന്റൻസ് സ്ട്രെസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എക്സൈറ്റ്മെന്റ്, ആങ്കർ, ഹാപ്പിനെസ് എക്സെട്ര. നമ്മൾ പറഞ്ഞു ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഈ സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ് ഉപയോഗിക്കുന്നത് ടു എക്സ്പ്രസ് ഇമോഷൻസ്. അതിനാണ് ഈ സെന്റൻസ് സ്ട്രെസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും സെന്റൻസ് സ്ട്രെസ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എന്താണ് എക്സൈറ്റ്മെന്റ്, ആങ്കർ, ഹാപ്പിനെസ്. ഇതൊക്കെ ഇമോഷൻസ് പ്രകടിപ്പിക്കാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഒരു സൂപ്രാ സെഗ്മെന്റൽ ഫീച്ചറാണ് റിതം. റിതം മീൻസ് താളം. Rhythm includes stressing certain syllables, stressing various words and relying pattern in phrases that come together to form a thought. ഒരു മ്യൂസിക്കൽ ക്വാളിറ്റിക്കാണ് റിതം എന്നറിയപ്പെടുന്നത്. ഇതിൽ സ്ട്രെസ്സിങ് ചില സിലബിളിന് സ്ട്രെസ് കൊടുക്കാം, അല്ലെങ്കിൽ സ്ട്രെസ്സിങ് വേരിയസ് വേർഡ്സിന് കൊടുക്കാം, അല്ലെങ്കിൽ
ചില പാറ്റേൺ അല്ലെങ്കിൽ ഫ്രേസസിന് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വേർഡ്സ്വർത്തിന്റെ കവിത ഐ വണ്ടേർഡ് ലോൺലി ആസ് എ ക്ലൗഡ്, അതിൽ ചില വാക്കുകൾക്ക് നമ്മൾ സ്ട്രെസ് ആയി വണ്ടേർഡ് ലോൺലി ആസ് എ ക്ലൗഡ് ദാറ്റ് ഫ്ലോട്ട്സ് ഓൺ ഹൈ ഓവർ ദ വെയിൽസ് ആൻഡ് ഹിൽസ്. അങ്ങനെ ആ ഒരു താളത്തിൽ പോകുന്നതിനെയാണ് റിതം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ഇൻറ്റോനേഷൻ. ഇൻറ്റോനേഷൻ മീൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആറ്റിറ്റ്യൂഡ്സ്, ഹ്യൂമർ ഓർ സീരിയസ്നെസ്. ആ ഇൻറ്റോനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു തരത്തിലുള്ള സ്ട്രെസ്സാണ്, ഒരു ഊന്നൽ കൊടുക്കുന്നതാണ്. അത് എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ആ ഒരു ചേഞ്ച് ഇൻ മീനിങ് ഉണ്ടാകും. ഇറ്റ് ഡീപ്പൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹെൽപ്പ് ദ ലിസണർ ടു ഗ്രാസ്പ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ദ സ്പീക്കർ. സ്പീക്കറിന് എന്താണോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻറ്റോനേഷൻ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ വേ ദ വോയിസ് റൈസസ് ആൻഡ് ഫോൾസ് ഇൻ സ്പീച്ച്. ഇൻറ്റോനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് റേസ് ചെയ്യും, അതേപോലെ തന്നെ ഫോൾ ചെയ്യും, ഉയർന്നു പോകുന്നു, അതേപോലെ തന്നെ താഴ്ന്നു വരുന്നു. നമ്മുടെ വോയിസിലെ മോഡുലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ വേ ദ വോയിസ് റേസസ് ആൻഡ് ഫോൾസ് ഇൻ സ്പീച്ച്. ആൻഡ് ദർ ആർ 3 types ഓഫ് ഇൻറ്റോനേഷൻ ഇൻ ഇംഗ്ലീഷ്. നമ്മൾ പറഞ്ഞു 3 types ഓഫ് സ്ട്രെസ് ഉണ്ട്, അതേപോലെ തന്നെ 3 types ഓഫ് ഇൻറ്റോനേഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഫോളിങ് ഇൻറ്റോനേഷൻ. ഫോളിങ് ഇൻറ്റോനേഷൻ മീൻസ് ആ നമ്മളുടെ വോയിസ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്, ആ ഒരു എന്താണ് വോയിസ് റേസ് ഉണ്ട്, വോയിസ് ഫോൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ വോയിസ് ഫോൾ, അതായത് ഫോളിങ് ഇൻറ്റോനേഷനിൽ തുടക്കം എന്താണ് ലെവലിൽ പോയതിനു ശേഷം ഒന്ന് താഴ്ന്നതിനെയാണ് ഫോളിങ്. എൻഡ് ഭാഗം, അവസാന ഭാഗം താഴ്ന്നിട്ടായിരിക്കും. ആ വോയിസ് നമ്മൾ അധികം സ്ട്രെസ് കൊടുക്കാതെ പറയുന്ന ഭാഗത്തെയാണ് ഫോളിങ് ഇൻറ്റോനേഷൻ അറിയപ്പെടുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് WH ക്വസ്റ്റ്യൻസ്. ഈ ഫോളിങ് ഇൻറ്റോനേഷൻ കൂടുതൽ ഉപയോഗിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡിക്ലറേറ്ററി സെന്റൻസസ്. SV പാറ്റേണിൽ വരുന്ന, നമ്മൾ സെന്റൻസ് പറഞ്ഞിരുന്നു there are 4 types of sentences: assertive sentence, interrogative sentence, imperative sentence and exclamatory sentence. അതിൽ സ്റ്റേറ്റ്മെന്റ് മോഡലിൽ വരുന്നതാണ് അസർട്ടീവ് സെന്റൻസ് ഓർ ഡിക്ലറേറ്ററി സെന്റൻസ് ഓർ സ്റ്റേറ്റ്മെന്റ് മോഡൽ സെന്റൻസ് എന്ന് പറയുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് മോഡലിൽ വരുന്ന സെന്റൻസുകൾ, അതേപോലെ WH ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ ഫോളിങ് ഇൻറ്റോനേഷനിലാണ് വരിക. വാട്ട്സ് യുവർ നെയിം, അവിടെ വാട്ട്സ് യുവർ നെയിം അവിടെ താഴ്ന്നിട്ടാണുള്ളത്. അതേപോലെ തന്നെ ദ സൺ റൈസസ് ഇൻ ദി ഈസ്റ്റ്, അവിടെ അവസാന ഭാഗമാകുന്ന സമയത്ത് ആ ഒരു സ്ട്രെസ് കുറഞ്ഞു വരികയാണ്. അങ്ങനെയുള്ളതിനെയാണ് ഫോളിങ് ഇൻറ്റോനേഷൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റൈസിങ് ഇൻറ്റോനേഷൻ. റൈസിങ് ഇൻറ്റോനേഷൻ മീൻസ് അവർ വോയിസ് റൈസസ് അറ്റ് ദ എൻഡ്. അവസാനമാകുന്ന സമയത്ത് നമ്മളുടെ വോയിസ് ഉയർന്നു വരുന്നതിനെയാണ് റൈസിങ് ഇൻറ്റോനേഷൻ എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ദ പിച്ച് ഓഫ് ദി വോയിസ് റൈസസ് ഓവർ ടൈം. ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് yes or no questions. yes or no questions നമ്മൾ ഉപയോഗിക്കുന്നത് റൈസിങ് ഇൻറ്റോനേഷൻ ആണ്. എക്സാമ്പിൾ ആർ യു ഹാപ്പി, ആർ യു ഹാപ്പി, അവിടെ ആ ഒരു എൻഡിങ്ങിൽ റൈസിങ് ടോൺ ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഫോൾ റൈസ് ഇൻറ്റോനേഷൻ. അതിൻ്റെ മറ്റൊരു പേരാണ് ഡിപ്പിംഗ്. ഡിപ്പിംഗ് അല്ലെങ്കിൽ ഫോൾ റൈസ് ഇൻറ്റോനേഷൻ. ആദ്യം ഒന്ന് സ്ലോ ആയിട്ട് വന്നതിന് ശേഷം പിന്നീട് അവർ വോയിസ് റൈസസ്. നമ്മളുടെ ആ ഒരു നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആദ്യം ഒന്ന് ഫോളിങ്ങിൽ വരും, പിന്നീട് റൈസ് ചെയ്യുന്നതിനാണ് ഫോൾ റൈസ് ഇൻറ്റോനേഷൻ അല്ലെങ്കിൽ ഡിപ്പിംഗ് എന്നറിയപ്പെടുന്നത്. ചിലപ്പോൾ ഡിപ്പിംഗ് എന്താണെന്ന് മാത്രം ചോദിക്കാം 2 മാർക്കിന്. അപ്പോൾ ഫോൾ റൈസ് ഇൻറ്റോനേഷനെയാണ് എന്തറിയപ്പെടുന്നത്, ഡിപ്പിംഗ് എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ പ്രത്യേകത ദ പിച്ച് ഫോൾസ് ആൻഡ് ദെൻ ഇറ്റ് റൈസസ്. എക്സാമ്പിൾ യെസ് ഇറ്റ് ഈസ്, അവിടെ ഫോൾ റൈസ് ഇൻറ്റോനേഷൻ ആണ്. ഇവിടെ ഇത്രയുമാണ് സുപ്രാ സെഗ്മെന്റൽ ഫീച്ചേഴ്സ്. പാരഗ്രാഫിന് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.